സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് മരണശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ഒരു ബില്ല്, അതിൻ്റെ ഒന്നാം വായന ഇസ്രായേൽ പാർലമെൻറ്റിൽ പൂർത്തിയായി. 39 വോട്ടുകൾ, 12 വോട്ടുകൾക്കെതിരെ 39 വോട്ടുകൾക്ക് ഈ ബില്ലിൻ്റെ ഒന്നാം വായന പാസ്സാവുകയും ചെയ്തു. ഇസ്രായേലിലെ നിയമനിർമ്മാണ രീതി അനുസരിച്ച് 3 വായനകൾ പാസ്സാകുന്നതോടെയാണ് ഇത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെ ഭാഗമായി തീരുക. അപ്പം ഒന്നാമത്തെ വായന ഇത് കടന്നുപോയി. രണ്ടാമത്തെയും മൂന്നാമത്തെയും വായനകൾ കഴിഞ്ഞാൽ ഇത് രാജ്യത്തെ നിയമമായി മാറും. ഈ ഡെത്ത് പെനാൽറ്റി എന്നത് ഇസ്രായേൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഗതിയല്ല. ഇസ്രായേൽ ഡെത്ത് പെനാൽറ്റി നിലവിലുണ്ടെങ്കിലും അത് ഡിഫാക്ടോ ആയിട്ട് ഉപയോഗിക്കാത്തൊരു സംഗതിയാണ്. ആകെ ഇസ്രായേലിൻ്റെ ഫോർമേഷന് ശേഷം ഒരാളെ മാത്രമേ തൂക്ക് കയറിന് വിധേയമാക്കിയിട്ടുള്ളൂ. അത് അഡോൾഫ് എയ്ക്മാൻ എന്ന് പറയുന്ന നാസി ഹോളോകാസ്റ്റ് പെർപെട്രേറ്ററാണ്. നമുക്കറിയാവുന്നതുപോലെ ജർമ്മനിയിൽ നാസികൾ 60 ലക്ഷത്തിലധികം ജൂതന്മാരെ കൊന്ന കഥയൊക്കെ നമുക്കറിയാം. അപ്പം അതിൽ ഹിറ്റ്ലറിൻ്റെ പ്രധാന സഹായിയായി നിന്ന ഒരു അഡോൾഫ് എയ്ക്മാൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഈ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ പരാജയത്തിന് ശേഷം ജർമ്മനിയിൽ നിന്ന് സിംപ്ലി വാനിഷ്ഡ്, കാണാതായി. അപ്പം ലോകം മുഴുവൻ ഇസ്രായേലിൻ്റെ മൊസാദ് ഈ മനുഷ്യനെ അന്വേഷിക്കുകയും അങ്ങനെ ഇദ്ദേഹത്തെ അർജന്റീനയിൽ സ്പോട്ട് ചെയ്യുകയും ചെയ്ത് അർജന്റീനയിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന് ഇവരുടെ രാജ്യത്ത് ഇസ്രായേലിൽ കൊണ്ടുവന്ന് ട്രയൽ ചെയ്ത് കോടതിയിലെ വിചാരണയ്ക്ക് വിധേയനാക്കി 1962 തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്. ഇതാണ് ഇസ്രായേലിന്റെ ഫോർമേഷന് ശേഷം അവിടെ ആകെ നടന്നിട്ടുള്ള ഒരു ഡെത്ത് പെനാൽറ്റി എന്ന് പറയുന്നത്. ഡെത്ത് പെനാൽറ്റി നിയമവ്യവസ്ഥയിലുണ്ട്, പക്ഷേ അത് ഒരിക്കലും ഉപയോഗിക്കാറില്ല. അതിന് ഓൾട്ടർനേറ്റീവായിട്ട് ജീവപര്യന്തം തടവുകൾ, 1 ജീവപര്യന്തം, 2 ജീവപര്യന്തം, 3 ജീവപര്യന്തം എന്നൊക്കെ പറയുന്ന തടവുകളാണ് സാധാരണ നൽകുന്നത്. ഇസ്രായേൽക്കാരെ തന്നെ കൊന്ന ഭീകരപ്രവർത്തകർ, അത് വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ളവരായിക്കൊള്ളട്ടെ, ഗാസ പ്രദേശത്തു നിന്നുള്ളവരായിക്കൊള്ളട്ടെ, അവര് ഈ വധശിക്ഷയില്ല എന്നതിൻ്റെ പേരിലാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പം നമ്മൾ ഇവർ എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ള ജീവനുള്ള പല തടവുകാരും അവർ വധശിക്ഷയ്ക്ക് അർഹരായിട്ടുള്ള ആളുകളാണ്, ഇസ്രായേൽക്കാരെ കൊന്നവരാണ്. പക്ഷേ ഈ വധശിക്ഷ നടപ്പാക്കാത്തത് കൊണ്ട് 1 ജീവപര്യന്തം, 2 ജീവപര്യന്തം എന്നിങ്ങനെയുള്ള ജീവപര്യന്തങ്ങളുടെ പേരിൽ കിടന്നവരും എപ്പോഴെങ്കിലുമൊക്കെ എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ട് പോയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ ഒരു അപകടം മുന്നിൽ കണ്ടുകൊണ്ട് ബെൻഗൂർ എന്ന് പറയുന്ന എക്സ്ട്രീം വലതുപക്ഷ നേതാവായിട്ടുള്ള ആളാണ് ഈ ബില്ല് കൊണ്ടുവന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പോളിഷ്ഡ് സൊസൈറ്റിക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ബില്ല് മൂവ് ചെയ്യാൻ എന്നെ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഈ ഗവൺമെന്റിനുള്ള പിന്തുണ പിൻവലിക്കും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഈ ബില്ല് അദ്ദേഹം മൂവ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് ആ ഭീഷണിക്ക് വഴങ്ങിയാണ് ഈ ബില്ല് മൂവ് ചെയ്യാൻ തയ്യാറായത്. അങ്ങനെ ഇത് മൂവ് ചെയ്യാണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ദാറ്റ് എ ടെററിസ്റ്റ് കൺവിക്റ്റഡ് ഓഫ് മർഡർ motivated by racism or hatred towards the public and under circumstances where the act was committed with the intent to harm the state of Israel will be sentenced to death penalty mandatory. അപ്പോൾ അവസാനം ചേർത്തത് മാൻഡേറ്ററി എന്നുള്ള വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇത്തരം ഒരു കുറ്റം, ഒരു ഇസ്രായേൽക്കാരനെ ഒരു ടെററിസ്റ്റ് വധിച്ചു എന്നുള്ള കുറ്റം ആ പിടിക്കപ്പെട്ട ടെററിസ്റ്റിന്റെ മുകളിൽ ആരോപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഡെത്ത് പെനാൽറ്റി എന്നുള്ളത് മാൻഡേറ്ററി ആണ്, അത് ഓപ്ഷണൽ അല്ല. ജഡ്ജിക്ക് ഡെത്ത് പെനാൽറ്റിക്ക് പകരം വേറെ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുത്ത്, ജീവപര്യന്തം ശിക്ഷ കൊടുത്ത് ഇദ്ദേഹത്തെ അങ്ങ് മാറ്റി നിർത്താൻ പറ്റില്ല. അത് മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ടും ഡെത്ത് പെനാൽറ്റി കൊടുത്തിരിക്കണം. അപ്പൊ ജഡ്ജസിന് ഒരു ഓപ്ഷൻ ഇല്ല. ഇത്തരം ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഒരു ടെററിസ്റ്റ് ഒരു ഇസ്രായേൽക്കാരനെ വധിച്ചതിന്റെ പേരിൽ പിടിക്കപ്പെട്ട് കോടതിയിൽ വന്നാൽ അവനെ കൊന്നിരിക്കും, അവനെ കൊല്ലണം എന്നുള്ളതാണ് നിയമം. ഇത് സ്വാഭാവികമായിട്ടും പലസ്തീൻകാർക്ക് വലിയ പ്രയാസം ഉണ്ടാകുന്ന കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേലിൽ ആളുകളെ കയറി കുത്തിക്കൊല്ലുകയും കല്ലെറിഞ്ഞു കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന കലാപരിപാടികൾ നിർവഹിക്കുന്നവരാണ് ഇവര്. അത് ഗാസയിലാണെങ്കിലും ശരി, വെസ്റ്റ് ബാങ്കിലാണെങ്കിലും ശരി, എവിടെ നിന്നാണെങ്കിലും ഇസ്രായേൽക്കാരെ പിടിച്ചോണ്ട് വരും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ അവർ ട്രയൽ ചെയ്യും. അങ്ങനെ ട്രയൽ ചെയ്ത് ഇസ്രായേൽ ജയിലുകളിൽ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ നിയമം പ്രാബല്യത്തിൽ വന്നാൽ ഇതിന് മുൻകാല പ്രാബല്യം ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കുറ്റകൃത്യം ചെയ്ത് ഇപ്പൊ ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന ഏകദേശം 700ഓളം പാലസ്തീനികൾ തൂക്കിക്കൊല്ലപ്പെടും എന്നുള്ളൊരു വിഷയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനോട് ആദ്യം പ്രതികരിച്ചത് ഹമാസ് ആണ്. ഹമാസിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: that this proposed law embodies the ugly fascist face of rogue Zionist occupation and represents a blatant violation of international law. ഒരു രാജ്യത്തിന്റെ നിയമത്തിനകത്ത് എന്ത് ഇന്റർനാഷണൽ ലോ? ഒരു രാജ്യത്തിന്റെ നിയമം നിശ്ചയിക്കുന്നത്, പരമാധികാര രാജ്യം നിശ്ചയിക്കുന്നത് അവരുടെ രാജ്യത്തെ നിയമം എന്താണെന്ന് അവരാ നിശ്ചയിക്കുക. ഇനി ഈ പറയുന്ന ഹമാസ് ഉണ്ടല്ലോ, അവർക്കൊരു ശരീരത്തിൽ റോളെന്നൊരു സാധനം ഉണ്ടല്ലോ, കക്കുന്നവന്റെ കൈ വെട്ടുകയും
പിന്നെ ഓരോരോ ഭാഗം ചെയ്യുന്നൊരു അതാത് ഭാഗങ്ങൾ വെട്ടിക്കളയൊക്കെ ചെയ്യുന്നൊരു കലാപരിപാടി ഉണ്ടല്ലോ. ആ കലാപരിപാടി വെച്ചിട്ട് വെള്ളിയാഴ്ചകളിൽ പള്ളിയുടെ മുമ്പിൽ കെട്ടിത്തൂക്കുന്ന പരിപാടിയല്ലേ ഇത്? പള്ളിയുടെ മുമ്പിൽ കെട്ടിത്തൂക്കുന്ന പരിപാടിയല്ല. ഇതൊരു പ്രോപ്പർ കോടതിയിൽ പിന്നെ പ്രോപ്പറായിട്ട് വാദിച്ച് പിന്നെ കേസ് കൺവിക്റ്റ് ചെയ്യുന്ന സംഗതിയാണ് അത്. അതിന് അപ്പർ കോർട്ടുകളും ലോവർ കോർട്ടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ലോവർ കോർട്ടിൽ വാദിച്ച് വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ അപ്പർ കോർട്ടിലേക്ക് പോവാം, അപ്പർ കോർട്ടിൽ വാദിച്ചു കഴിഞ്ഞാൽ അടുത്ത കോർട്ടിലേക്ക് പോവാം. അപ്പം അങ്ങനെ ഓരോ കോർട്ടുകളിലും വാദിച്ച് ഈ കുറ്റം ഫുൾ പ്രൂഫായിട്ട് ഇയാളുടെ മേലെ എസ്റ്റാബ്ലിഷ്ഡ് ആയതിനു ശേഷം വധശിക്ഷ നടപ്പാക്കുന്ന കാര്യം പറയുന്നത്. അല്ലാണ്ട് ശരീഅത്ത് കോടതിയിൽ ആൾക്കാരെ വെട്ടിക്കൊല്ലുന്ന പരിപാടിയല്ല. അപ്പൊ അത് ഹമാസാണ് ഇപ്പൊ ആദ്യമായിട്ട് വളരെ പെട്ടെന്ന് ഇവർ ഈ ആടിന്റെ വേഷം കെട്ടുന്ന ചെന്നായ്ക്കള് എത്രയും പെട്ടെന്ന് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവർ ചാടിക്കയറി സമാധാനത്തിന്റെ ഭാഷ പറഞ്ഞാളി. അവരുടെ ഭാഗത്ത് മാത്രം അല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഇത്. അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ സമാധാനത്തിന്റെ ഭാഷയൊന്നുമില്ല. അവിടെ നമ്മളെ ഭാഷ മാത്രമേ ഉള്ളൂ. അവിടെ അവരുടെ ഗ്രന്ഥത്തിന്റെ ഭാഷയേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും ഇവിടെ ബൈബിൾ അനുസരിച്ച് ജീവിച്ചോണം, ഡെമോക്രസി അനുസരിച്ച് ജീവിച്ചോണം, ഇന്റർനാഷണൽ ലോ അനുസരിച്ച് ജീവിച്ചോണം. അതൊക്കെ പിന്നെ അന്തസ്സുള്ള മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങൾ അനുസരിച്ച് ബാക്കി എല്ലാവരും ജീവിക്കണം. നമ്മൾ മാത്രം നമ്മളെ നിയമം അനുസരിച്ച് ജീവിക്കും. നമ്മളെ കയ്യിൽ കിട്ടുന്ന എല്ലാ ആൾക്കാരെയും നമ്മളെ നിയമം അനുസരിച്ച് തട്ടുകയും ചെയ്യും. പക്ഷെ നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റേ നിയമം മതി. ഏത് നിയമം? നമ്മുടെ ഇന്ത്യയിലൊക്കെയുള്ള അന്തസ്സുള്ള നിയമം മതി. മറ്റേ നമ്മൾ സ്വന്തമുള്ള സ്ഥലത്ത് നമ്മൾ മറ്റുള്ളവരുടെ മേലെ ശരീഅത്ത് നിയമം അടിച്ചു കയറ്റുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ പറയുന്ന സംഗതി വെസ്റ്റ് ബാങ്കിനൊക്കെ ബാധകമാണ് കേട്ടോ. കാരണം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിന്റെ മാർഷൽ ലോ ആണ് നിലവിലുള്ളത്. വെസ്റ്റ് ബാങ്കുകാർക്ക് പ്രത്യേകിച്ച് പാർലമെന്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത് ഇസ്രായേലിന്റെ കീഴിൽ തന്നെയുള്ള സ്ഥലമാണ്. ഈ ഗാസയുടെയും ബോർഡേഴ്സും എല്ലാം ഇസ്രായേലിന്റെ കയ്യിലാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാലും അത് ഇസ്രായേലിന്റെ നിയന്ത്രണം തന്നെ വരുള്ളൂ. അപ്പോൾ അവിടെയും ഇസ്രായേൽ മാർഷൽ ലോ ആണ് നിലവിൽ വരാൻ സാധ്യതയുള്ളത്. മാർഷൽ ലോ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ സിവിൽ ലോയേക്കാൾ കട്ടിയാണെന്നുള്ള കാര്യവും ഓർത്തിരിക്കേണ്ട സംഗതിയാണ്. നമുക്കറിയാവുന്ന പോലെ ജാവേദ് കുഷ്ണർ 2 ദിവസമായിട്ട് ഇസ്രായേലുണ്ട്. അപ്പൊ അദ്ദേഹം വന്നത് പ്രധാനമായിട്ടും സംസാരിക്കാനായി 200 ക്യാപ്റ്റീവ്സ് തുരങ്കത്തിൽ പെട്ടുകിടക്കുന്ന ഹമാസ് ഭീകരരുടെ കാര്യം സംസാരിക്കാനാണ് അദ്ദേഹം പ്രധാനമായിട്ട് എത്തിയത്. അത് പിന്നെ ഹമാസിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഹമാസിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടുള്ള ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ടർക്കിയുടെയും ഒക്കെ ഭാഗത്തുള്ള വലിയ നിർബന്ധം അവിടെ പിന്നെ വാഷിംഗ്ടണിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ജാവേദ് കുഷ്ണർ നെതന്യാഹുവിന്റെ തന്നെ ഭാഷ സംസാരിക്കുന്ന ജൂയിഷ് ഭാഷ സംസാരിക്കാൻ അറിയുന്ന ആളെ തന്നെ വിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനാണ് അമേരിക്ക ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ഈവൻ നെതന്യാഹു ഇവരെ വിട്ടയക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ ജനം സമ്മതിക്കില്ല. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. ഇവന്മാർ തല പുറത്ത് കാണിച്ച് അപ്പ വെടിവെച്ച് കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഇസ്രായേൽ കയറി അവർ ചെയ്ത പ്രവൃത്തി 2023 ഒക്ടോബർ 7 അവർ ചെയ്ത പ്രവൃത്തി പകൽ വെളിച്ചം പോലെ ഓരോ ഇസ്രായേൽക്കാരന്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അതിനകത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രശ്നമൊന്നുമില്ല. അവിടെ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത്, അവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകളെ ഓർത്ത്, അവിടെ കൊല്ലപ്പെട്ട വൃദ്ധരെ ഓർത്ത്, അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകപ്പെട്ട മനുഷ്യരെ ഓർത്ത്, അവിടെ തെരുവിലൊഴുക്കപ്പെട്ട യുവാക്കളുടെ രക്തത്തെ ഓർത്ത്, പട്ടാളക്കാരുടെ രക്തത്തെ ഓർത്ത് ഓരോ ഇസ്രായേൽക്കാരനും ഓരോ ദിവസവും കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തി ചെയ്ത 200 എണ്ണത്തിനെ കയ്യിൽ കിട്ടിയാൽ വെറുതെ വിടണം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഒരു സിറ്റിസൺ പോലും സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന് ഇത് നെഗോഷിയേറ്റ് ചെയ്യാൻ അങ്ങേയറ്റത്തെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ 200 ആളുകൾ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഹമാസിനെ സംബന്ധിച്ച് അവരുടെ പിന്നെ അള്ളാവിന്റെ പട്ടാളക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അള്ളാവിന്റെ പട്ടാളക്കാരെ കൊന്നു കഴിഞ്ഞാൽ ഈ സീസ് ഫയർ തന്നെ ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അമേരിക്കയും കൂടാതെ മീഡിയേറ്റേഴ്സും ഭയപ്പെടുന്നത്. കാരണം ഒരു തുറന്ന യുദ്ധത്തിന് ഈ 200 ആളുകൾ കീഴടങ്ങുന്നതിന് പകരം അവരൊരു പക്ഷേ യെല്ലോ ലൈനിന്റെ പിൻഭാഗത്തു നിന്ന്, അതായത് ഇസ്രായേൽ നിയന്ത്രിത ഭാഗത്ത് നിന്ന് ഈ സേനയ്ക്ക് നേരെ വെടിവെക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും സേന അവരെ കത്തിച്ചളയും. അപ്പോൾ ഈ ഗാസ ഭാഗത്ത് നിന്ന് ഹമാസ് ഭീകരർ ഇവരുടെ നേരെ അഡ്വാൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും ഈ യുദ്ധം പുനരാരംഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മീഡിയേറ്റേഴ്സും അമേരിക്കയും ഭയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ഡിഫറെന്റ് ഓപ്ഷൻസ് നെഗോഷിയേറ്റ് ചെയ്ത് നോക്കുകയാണ്. നെഗോഷിയേഷന് ഒരു സ്പേസ് ഉണ്ട് എന്നാണ് ജാവേദ് കുഷ്ണർ വിചാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുള്ള കാര്യം ഇവർ ആയുധം വെച്ച് കീഴടങ്ങിയിട്ട് വേറൊരു രാജ്യത്തേക്ക് ഇവർ പോട്ടെ എന്നുള്ളതാണ്. ഇത് അദ്ദേഹം വെച്ചുള്ള പ്രപ്പോസൽ എന്താണ് മനസ്സിലാവുന്നത്. ഹമാസ് ഭീകരരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് അവരെ ഗാസയിലേക്ക് പോകാൻ അനുവദിക്കണം ആയുധം വെച്ച് കീഴടങ്ങിയിട്ടെന്നാണ്. മീഡിയേറ്റേഴ്സ് പറഞ്ഞിട്ടുള്ള പ്രപ്പോസൽ ആയുധം വെച്ച് കീഴടങ്ങിയിട്ട് അവർ ഈജിപ്തിലേക്ക് പോയിക്കൊള്ളട്ടെ എന്നാണ്. ഇസ്രായേൽ ഈ പരിപാടികളൊന്നും അവരുടെ മുമ്പിൽ സംസാരിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല. അപ്പൊ ജാവേദ് കുഷ്ണർ അവരുടെ മുൻപിൽ വെച്ചിട്ടുള്ള പ്രപ്പോസൽ ഈ രാജ്യങ്ങളൊന്നും അല്ലാത്തൊരു രാജ്യത്തേക്ക് ഈ ആളുകളെ നാടുകടത്തിയേക്കാം. കൂടാതെ ഇസ്രായേൽ നിയന്ത്രിത ഭാഗത്തെ ടണലുകളെല്ലാം ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ടണലുകൾ അത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കാമഫ്ലോജ്ഡാണ്. അപ്പം ഇസ്രായേൽക്കാർ കടന്നു പോകുന്ന മണ്ണിന്റെ അടിയിലാണ് ഇവന്മാർ കിടക്കുന്നത്. പക്ഷേ ഇസ്രായേൽക്കാർക്ക് അവരെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ രീതിയിലുള്ള ടണലുകളൊക്കെ കാണിച്ചു കൊടുക്കാം. ഗാസ റീജിയനിലുള്ളതല്ല, ഇവർ പിടിച്ചെടുത്ത റീജിയനിലുള്ളത്. ഇങ്ങനത്തെ കുറെ പ്രോമിസുകളാണ് ഇസ്രായേൽ മുമ്പ് വെക്കപ്പെട്ടുള്ളത്. ടണലുകൾ നിങ്ങൾക്ക് നശിപ്പിക്കാം. ഈ 200 പേരെ ആയുധം വെച്ച് കീഴടങ്ങിയതിനു ശേഷം അവരെ വേറൊരു രാജ്യത്തേക്ക് കടത്തിവിടാം, അല്ലെങ്കിൽ നാടുകടത്താം.
കൂടാതെ ഇത് ആയുധം വെച്ച് കീഴടങ്ങലിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് പരിഗണിക്കുകയും ചെയ്യാം. ഇപ്പം ഇവർ 200 പേര് ആയുധം വെച്ച് കീഴടങ്ങുമ്പോൾ ഹമാസിന്റെ ഇനി തുടരാൻ പോകുന്ന ആയുധം വെച്ച് കീഴടങ്ങലുടെ ഒരു തുടക്കമായിട്ട് ഇതിനെ പരിഗണിക്കുകയും ചെയ്യാം എന്ന രീതിയിലുള്ള പ്രപ്പോസലുകളാണ് ജാവേദ് കുഷ്ണർ ഇദ്ദേഹത്തിന്റെ മുൻപിൽ വെച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാവുന്നത്. ഈ ഡിസ്കഷൻ വളരെ ഹോട്ടായിട്ട് നടക്കുന്നത് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. കാരണം ഹമാസിനെ സംബന്ധിച്ച് അവരുടെ 200 വളരെ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തകർ അറിയാതെ ഇസ്രായേലിന്റെ കുടുക്കിനകത്ത് പെട്ടുപോയിരിക്കുകയാണ്. ഇസ്രായേൽ പെടുത്തിയതല്ല, അവർ പോയി തന്നെ പെട്ടുകൊടുത്തതാണ്, അവർ പെട്ടി അടയ്ക്കണം. ഇനി അതിനിടയിലൂടെ ഹൂത്തി ഇസ്രായേലിനെ കണ്ടുപിടി പേടിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ നാളെ കൊണ്ട് വരുന്നുണ്ട്. ഈ സീസ് ഫയർ അങ്ങാൻ നിന്നുപോയാൽ ഹൂതി വന്ന ഇസ്രായേലിനെ കത്തിച്ചു കളയും എന്നുള്ള ഹൂതിയുടെ ഒരു ഭീഷണി അവിടെ നിന്ന് വരുന്നുണ്ട്. അതിനിടയിലുള്ള ഏറ്റവും രസകരമായ ഒരു കാര്യം, ടർക്കി നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുള്ള ആളുകളടക്കം 36 പേർക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു എന്നുള്ളതാണ്. അത് ടർക്കി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. നെതന്യാഹുവിനെയും അദ്ദേഹത്തിന്റെ മിനിസ്റ്റേഴ്സ് അടക്കമുള്ള 36 പേരെയും അറസ്റ്റ് ചെയ്യും എന്നുള്ളത്. ഓരോ നമ്മൾ പറയും പണ്ട് ആന ഏതാണ്ട് ചെയ്യുന്നത് കണ്ടുകൊണ്ട് മുയൽ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് എന്ന് പറയുന്നത് പോലത്തെ ഒരു പരിപാടിയാണിത്. അതായത് അർജന്റീനയിൽ പോയിട്ട് ഇസ്രായേൽക്കാർക്ക് അഡോൾഫ് എയ്ക്കുമാനെ പിടിച്ചുകൊണ്ട് വരാനുള്ള ശേഷിയുണ്ട്. അത് കണ്ട് ടർക്കി തുള്ളിയിട്ട് കാര്യമില്ല. അഡോൾഫ് എയ്ക്കുമാനെ അർജന്റീനയിൽ പോയിട്ട് പിടിച്ചുകൊണ്ട് വന്ന് തൂക്കിക്കൊള്ളാനുള്ള ശേഷി ഇസ്രായേലിനുണ്ട്. ടർക്കി വിചാരിച്ചാൽ ടർക്കിയുടെ പ്രസിഡന്റിനെ വേണമെങ്കിൽ തട്ടിയെടുത്തുകൊണ്ട് പോയിട്ട് നാളെ തൂക്കിയിടാൻ ഇസ്രായേലിന് സാധിക്കും. നേരെ മറിച്ച് ടർക്കി വിചാരിച്ചാൽ പണി നടക്കുകയില്ല. അമേരിക്ക വിചാരിച്ചു കഴിഞ്ഞാൽ സദ്ദാം ഹുസൈനെ പൊക്കിക്കൊണ്ട് തൂക്കിക്കൊല്ലാൻ പറ്റും. അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനൊക്കെ പറ്റുന്ന കാര്യമാണ്. അല്ലാണ്ട് അറബ് രാജ്യങ്ങൾ വെറുതെ അത് കണ്ട് കൊതി വിട്ടിട്ട് കാര്യമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് ടർക്കി ഒരു അറബ് രാജ്യമല്ല. പിന്നെ അവരുടെ കൂട്ടത്തിലെ ഇപ്പം ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് രാജ്യമാണ്, തങ്ങളെന്ന് അഭിമാനിക്കുന്ന ഒരു രാജ്യമാണിത്. അപ്പൊ ഇവർക്ക് ചുണയുണ്ടെങ്കിൽ ഈ നെതന്യാഹുവിന്റെ ഒരു തൂപ്പുകാരനെന്ന് പിടിച്ചോണ്ട് പോകാൻ പറ്റുമെന്ന് അവർ നോക്കട്ടെ. അപ്പം വെറുതെ ഇരുന്നുകൊണ്ട് ഓരോ ഗുണ്ട് പൊട്ടിക്കുക എന്നുള്ള സംഗതിയാണിത്. അപ്പൊ അതാണ് ടർക്കി ഇദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറണ്ട് പ്രഖ്യാപിച്ചു എന്നുള്ള തമാശയും ആ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ.